പോലീസുകാര്. നീയാണോ ലതിക? അതെ. നീ മാടന്റെ ആരാണ്? ആരുമല്ല. നിന്നെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ച ആരാണ്? മാടൻ. തങ്കമ്മ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി നീ ഒളിച്ചു പോന്നതല്ലേ? അല്ല, അവരെല്ലാം കാണുകയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. ആരുടെ കൂടെ? മാടന്റെ കൂടെ. മാല നീ സ്വന്തമായി എടുത്തതോ മാടൻ പറഞ്ഞിട്ട് നീ മോഷ്ടിച്ചതോ? മോഷ്ടിച്ചോ? ആരെ? മാടനെ രാവിലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മാല അവന്റെ കയ്യിൽ നിന്നും തുണ്ടിയാക്കി എടുക്കുകയും ചെയ്തു. നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മാലയും സാരിയും ഈ ബ്ലൗസും ഒക്കെ അവരെനിക്ക് തന്നതാ. നിനക്ക് കൊച്ചമ്മ ചമയാൻ അല്ലേ? അതെ, അത് മാത്രമല്ല, എനിക്ക് കാച്ചിയ എണ്ണയും വാസന സോപ്പും ഒക്കെ തന്നു. എനിക്ക് പൗഡർ ഇട്ട് തന്നു, പൊട്ട് തൊടിയിച്ചു. അങ്ങനെ എന്നെ കൊച്ചമ്മ ചമയിച്ച് ഇന്നലെ രാത്രി ഒരു ഉദ്യോഗസ്ഥന്റെ മുറിയിലേക്ക്. അതൊന്നും ചോദിച്ചില്ല. അങ്ങനെയല്ലേ മാനു, അവിടുന്ന് കേൾക്കണം ഇത്. എന്നിട്ട് ഇവിടെ കൂടെ പിടിച്ചോണ്ട് വയ്ക്കും. എല്ലാം പറഞ്ഞു കൊടുക്കില്ലധികം. അവരെന്നെ സമയിച്ചൊരുക്കി ആ ഉദ്യോഗസ്ഥ. അതൊന്നും കേൾക്കണ്ട. എനിക്ക് മാടനെയും നിന്നെയും പ്രതികളാക്കി കേസ് ചാർജ് ചെയ്യാതിരിക്കാൻ വയ്യ. സന്തോഷമായ മണി, ഞാൻ പറയുന്നത് ഏമാൻ കേട്ടില്ലെങ്കിലും കോടതി കേൾക്കുമല്ലോ. എനിക്ക് കോടതി പറയാമല്ലോ. പാവപ്പെട്ട പെമ്പിള്ളാർക്ക് അടുക്കള ജോലിക്ക് പോലും നിന്ന് ജീവിക്കാൻ പറ്റുകയല്ലേ? ഇവരെല്ലാം വലിയ തന്റേടികളാ. ശരി ശരി, നിന്നെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നു. ആളയക്കുമ്പോൾ വരണം. പങ്കജാക്ഷി, വിട്ടോ? ഇപ്പൊ വിട്ടു. സന്ധ്യക്ക് മുമ്പേ വിട്ടു. എന്റെ കലാപരമായ ഒരു കഴിവിനെ പറ്റി ലതികാകുമാരി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളാണോ വിടിയിച്ചത്? ആരും പറഞ്ഞിട്ട് വിട്ടതല്ല, അവരങ്ങ് വിട്ടു. സത്യമെല്ലാം കോടതിയിൽ പറയുമെന്ന് ലതിക പറഞ്ഞു. പറഞ്ഞു. അതുകൊണ്ടാ വിട്ടത്. ഒരു പോലീസുകാരൻ പറഞ്ഞു സത്യം പുറത്താകുമെന്ന് ഭയന്ന് കേസെടുക്കണ്ടെന്ന്. അമ്മ വീട്ടുകാർ പറഞ്ഞു പോലും. ഞാനൊരു ശുപാർശ ചെയ്തിട്ടുണ്ട്. ദേഹോപദ്രവം വല്ലതും ചെയ്തോ? അതൊന്നും സാരമില്ല. മാല എന്ത്? മാലയും കൊണ്ട് രാവിലെ അവിടെ കൊണ്ട് കൊടുക്കാൻ പോകുന്ന വഴിയല്ലേ പോലീസുകാരനെ പിടിച്ചത്. അണ്ണാ, ലതിക ഇനി എങ്ങും പോകുന്നില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ചെയ്തു. ആ വീട്ടിൽ എന്തോന്ന് ബഹളം? അതെ, ഒരു ലോഡ്ജാ. കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ചില ഉദ്യോഗസ്ഥന്മാരും അവിടെ താമസിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച അല്ലയോ, ഒരു രസം. അവരൊക്കെ കല്യാണം കഴിക്കാത്തവരാ. അതിന് പോവണോ? ആ, ചില ജന്തുക്കൾ അങ്ങനെ. കരുതാടെ കാര്യം കേട്ടിട്ടില്ലയോ? അവരിങ്ങോട്ട് നോക്കി ഏതാണ്ടൊക്കെയോ പറയും. അങ്ങോട്ട് നോക്കാൻ പോണ്ട, നെല്ലുവിട്ട. ആ മാടൻ അടിച്ചിട്ട് വന്ന പെണ്ണാണടാ. അവള് തങ്കമ്മ വീട്ടിൽ മാല മോഷ്ടിച്ചെന്ന് പറയുന്നത് കേട്ടു. നമുക്കൊന്ന് അടുത്ത് നോക്കാവടാ. കിട്ടുകൂടെ? നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? വെറുതെ എന്തിന് മനുഷ്യന് ബോറടിക്കുന്നു? എടാ മാത്യുവേ, തങ്കപ്പങ്കര് സന്യസിച്ചവളെന്നാണ് എന്റെ പേടി. ഈ സന്യാസി ഗേറ്റിനടുത്ത് നിന്ന് മാറാറില്ല. നെല്ലുകുത്തുന്ന പെണ്ണുങ്ങളുടെ പുറകിൽ നോക്കിയാണ് അവന്റെ വായന. എടാ പ്രഭേ, ആ പെണ്ണിങ്ങോട്ട് നോക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് പോവാം. ഞാൻ റെഡി. എന്നാ അവരിങ്ങോട്ട് വരുന്നു. സാരമില്ല, നീ അങ്ങോട്ട് നോക്കണ്ട, ജോലി ചെയ്തു. കൊടുക്കുവോ? എന്താണോ? അരി വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുന്നില്ലേ? ഇവിടെയൊക്കെ അരി ലാഭത്തിന് കിട്ടുമല്ലോ. നല്ല അരിക്ക് എന്ത് വില വേണമെങ്കിലും തരാൻ തയ്യാറാണ്. എത്ര ഉണ്ടെങ്കിലും എടുത്തോളാം. വിഷമിക്കണ്ട.
ഈ പെങ്കൊച്ച് ഏതാ? എന്റെ അനിയത്തിയാ. ഇതിനു മുമ്പ് ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു. തങ്കമ്മ വീടാണോ കുഞ്ഞമ്മയുടെ വീട്? അതൊക്കെ അറിഞ്ഞിട്ട് വരുവാണെങ്കിൽ പിന്നെ ചോദിക്കാൻ നടക്കുന്ന എന്തിനാ? കിട്ടുമെങ്കിൽ വാങ്ങിക്കാൻ. കിട്ടത്തില്ല, വന്ന വഴിയെ പോയാത്ത. നിങ്ങൾക്ക് മര്യാദയില്ലേ? ഹോ, മാടനെ വെച്ചോണ്ടിരിക്കാൻ നീയാണോ മര്യാദക്കാരി? പിന്നെ വേണ്ട ചേച്ചി. ആ, അവര് പൊക്കോട്ടെ. ആ, എടുത്തോളാം. എന്താ പറഞ്ഞാ കിട്ടുവോ? പ്രിയമാണടാ, അവൾക്ക് ആ മാടനെ വാക്കി. പ്രമാണിമാര് രണ്ടുപേരും കൂടി പോയി അവളുമാരുടെ പാറ്റ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ്. നാണമില്ലല്ലോടാ. നിങ്ങൾ അന്തസ്സില്ല പെരുമാറുന്ന കഷ്ടമാണ്. നമുക്ക് എവളുമാരെ ഒന്ന് എടുക്കണം. മഹാജനങ്ങളെ, ഇന്ന് രാത്രി 9:30 മാടന്റെ മാലമോഷണം അഥവാ ലതികാമാടം എന്ന നൃത്തസംഗീത നാടകം അവതരിപ്പിക്കപ്പെടുന്നതാണ്. ടിക്കറ്റ് ഇല്ലാതെ നടത്തപ്പെടുന്ന ഈ നാടകം കാണുവാൻ മാന്യമഹാജനങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് രാത്രി കൃത്യം 9:30. ആദ്യമായി അവിവാഹിത ഗാനം. മഹാജനങ്ങളെ, ദയവ് ചെയ്ത് എല്ലാവരും നിശബ്ദരായിരിക്കണം. നാടകം ആരംഭിക്കാൻ പോവുകയാണ്. എനിക്ക് മാല കൂടിയിരുന്നു തങ്കം. അതിന് ഞാൻ നിനക്കൊരു മാർഗം പറഞ്ഞു. നീ വേലക്കാരിയായി തങ്കിച്ച് വീട്ടിൽ പോവുക. അവിടെ ഒന്നൊരു മാലയും പൊട്ടിച്ചെന്ന് നടക്കുക. എനിക്ക് തങ്കിച്ച് പോലീസ് സ്റ്റേഷൻ